ഹലോ ഗൈസ്, എല്ലാവർക്കും അണ്ടർമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ കാത്തിരിപ്പുകൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് അവസാനം അത് വന്നിരിക്കുകയാണ്. അത് സംഭവിച്ചിരിക്കുകയാണ് ഗൈസ്. മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനിൽ ആശീർവാദ് സിനിമാസ് ഇറക്കുന്ന എമ്പുരാൻ്റെ ടീസർ വന്നിരിക്കുകയാണ്. അതൊരു വലിയ ലോഞ്ചിങ് ഇവൻ്റായിട്ടാണ് അത് നടത്തിയത്. അപ്പോൾ ഇപ്പം അത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഡയറക്റ്റ് തന്നെ ടുവിൻ്റെ ടീസർ കണ്ടിട്ട് വരാം. എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ, അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ ഒരാളെ ഉണ്ടാകും. ഇത് സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് നമ്മുടെ എമ്പുരാനിലെ സീൻസും ലൂസിഫറിലെ ഡയലോഗും വെച്ചിട്ടാണ് ഇത് പോകുന്നത്. സെപ്പറേറ്റ് ആയിട്ട് വന്നേക്കുന്നത് ലൈക്കാൻ്റെ പ്രൊഡക്ഷനും കൂടെ ഇതിനകത്ത് മെർജ് ചെയ്തിട്ടുണ്ട്. ആശീർവാദും ലൈക്കയും കൂടെ ചേർന്നിട്ടാണ് L2 എമ്പുരാൻ ഇറക്കുന്നത്. സ്റ്റീഫൻ like a flame that's burning, like a storm that's dying. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, Like a place of no തിന്മയും തിന്മയും തമ്മിലാണ്. This is the end. He leads the most powerful mercenary hit group in Asia. നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ കാണിച്ചത് എവിടെയാണോ അബ്രാം ഖുറേഷി ചെന്ന് ഇറങ്ങിയത്, അതായത് നോർത്ത് ഇറാഖിൽ, അവിടെയാണ് ഈ ടീസർ സ്റ്റാർട്ട് ചെയ്തത്. ബാക്കി എല്ലാ ഡയലോഗ്സും ലൂസിഫറിലെ ഡയലോഗ്സും എമ്പുരാനിലെ സീനുകളുമാണ് കാണിക്കുന്നത്. പിന്നെ അത് പറയുന്നുണ്ട് മോസ്റ്റ് പവർഫുൾ മാൻ ഇൻ ദ വേൾഡ്. അത് ലൂസിഫറിൽ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇതിനകത്ത് അത് കാണിക്കുന്നുണ്ട്. കുറേ പട്ടാളക്കാരൊക്കെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് കഥ നടക്കുന്നത് നോർത്ത് ഇറാഖിലാണെന്നാണ് ടീസറിൽ ഒട്ടുമിക്കതും കാണിച്ച് പോയേക്കുന്നത്. ബാക്കി കൂടെ നോക്കാം. ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. Sir, we have the entire Kabuka cartel and the Qureshi-Abram nexus in one place. This is our chance. Shall we move in? ഓക്കെ മോസ്റ്റ് പവർഫുൾ ഗ്യാങ്സ്റ്റർ ആയിട്ടുള്ള ലൂസിഫറിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സൈന്യം തന്നെ കച്ചകെട്ടി ഇറക്കിയിട്ടുണ്ട്. അത് നോർത്ത് ഇറാഖ് ബേസ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് തന്നെ നോർത്ത് ഇറാഖിലും. ലൂസിഫർ എവിടെയാണ് നിർത്തിയത്? ഒരു റഷ്യൻ കൺട്രിയാണ്. ഇത് ഇറാഖിലാണ്. നമുക്ക് മനസ്സിലാവുന്നത് ഒരു പ്രശ്നപ്രദേശങ്ങളിലൂടെ, അതായത് റഷ്യ, ഇറാഖ് അങ്ങനെയുള്ള സ്ഥലത്ത് കൂടെയൊക്കെയാണ് ഇത് പോകുന്നത്. സോ ആരാണ് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണ്, ഇസ്ലാമിൽ അവൻ ഇബലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. യമൻ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഡയലോഗ് ഇന്ദ്രജിത്ത് പറയുന്ന എമ്പുരാനകത്തും ആ ഡയലോഗ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടും കൂടെ മെർജ് ചെയ്താണ് പോകുന്നത്. എമ്പുരാനിലെ സീൻസും അതുപോലെ തന്നെ ലൂസിഫറിലെ ഡയലോഗ്സും എല്ലാം കോർത്തിണക്കിയിട്ടാണ് ഒരു ടീസർ പോകുന്നത്. അതിനകത്ത് ആ മോഹൻലാലിൻ്റെ ആ ഒരു നൃത്തവും അതിനകത്ത് എല്ലെന്ന് എഴുതിയിരിക്കുന്ന അത് ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട് എന്തൊക്കെ കിട്ടില്ലെന്നായിരുന്നു. He's coming back. അബ്രാം ഖുറേഷി അബ്രാം. ഇതിനകത്ത് സ്റ്റീഫനൊന്നുമല്ല, ഇതിനകത്ത് അബ്രാം ഖുറേഷിൻ്റെ വിളയാട്ടം എന്ന് തോന്നുന്നു. വിളയാട്ടം. I hear gunshots. We're moving in. അബ്രാം ഖുറേഷിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സൈന്യം തന്നെ ഇറാഖിൽ നിന്ന് റഷ്യയിൽ നിന്നൊക്കെയുള്ള വലിയ സൈന്യങ്ങൾ തന്നെ ഇറങ്ങിത്തിരിക്കുന്നതായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം മാസ് ഫൈറ്റും മാസ് ആക്ഷൻസും പിന്നെ അതുപോലെ തന്നെ എല്ലാം കിടിലനായിരിക്കും ഇതിനകത്ത്. This deal is with the devil. बस एक इशारा भाईजान.
L2 എമ്പുരാൻ രണ്ടേ ഇങ്ങനെ ബ്ലഡിൽ കുളിച്ച് നിൽപ്പുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം തീ ആയിരിക്കും, തീ. बस एक इंतजार आएगा. खुदा हाफिज. ലാസ്റ്റത്തെ ടൈലൻഡ് പൃഥ്വിരാജിൻ്റെ ഡയലോഗും എൻ്റെ മോനെ ആ ഫൈറ്റ്, ആ ഗൺഷോട്ടും കിൽഡ്. പിന്നെ മുരളിഗോവിൻ്റെ സ്റ്റോറി, പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ നമ്മൾ ലൂസിഫറിൽ കണ്ടതാണ്, ഒന്നും പറയാനില്ല. സൂപ്പർ. വെയിറ്റ് ചെയ്യാണ്. മാർച്ച് 27 തിയേറ്ററുകളെല്ലാം ഇളകി മറിയും. ദൃശ്യത്തിന് ശേഷം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സെക്കൻഡ് പാർട്ടാണ് എമ്പുരാൻ്റെ. അപ്പോൾ എന്തായാലും തീ ആയിരിക്കും, തീ. ഇപ്പോഴേ ടിക്കറ്റൊക്കെ വേണമെങ്കിൽ സോൾഡ് ഔട്ടോ അങ്ങനെയായിരിക്കും. ഈ ടീസറിനെ കുറിച്ച് എന്താ പറയണ്ടേ? ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം. നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ജസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗൂഗിൾ സെർച്ചിൽ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്താൽ മതി, അടിച്ചാൽ മതി, ഫസ്റ്റ് തന്നെ വരും എമ്പുരാൻ ടീസർ. മില്യൺസ് ആൻഡ് മില്യൺസ് ആണ് ഈ കുറഞ്ഞ മണിക്കൂറിനുള്ളിൽ കയറിയത് ലൂസിഫർ. അതിന് സെക്കൻഡും തേർഡും ഉണ്ടാവും എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊണ്ട് നിർത്തിയത് വേറെ ലെവലിൽ. അപ്പോൾ അതിൻ്റെ ബാക്കി എന്തായിരിക്കും എന്നുള്ള പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് ഈ ഒറ്റ ടീസർ മതി. ഇനി ട്രെയിലറും തിയേറ്ററിൽ ഇറങ്ങുമ്പോഴുള്ളൊരു ഇതും അത്രയും ആൾക്കാർ കട്ട വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്നുണ്ട്, ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.